ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനിവിടെ പറയാൻ പോകുന്നത് കർമ്മലിത്ത സഭയിലെ പ്രാർത്ഥനയുടെ ഗുരുനാഥയായ വിശുദ്ധ അമ്മ ത്രേസ്യയെക്കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-27 വാക്യങ്ങൾ ഇപ്രകാരമാണ്: ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യരെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വജീവികളുടെ മേൽ ആധിപത്യമുണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. ദൈവത്തോട് മാത്രം പ്രണയത്തിലായിരിക്കുവാനുള്ള ഒരു ആത്മാവിൻ്റെ തീവ്രമായ പരിശ്രമമാണ് സന്യാസ ജീവിതം. രാജാവ് തൻ്റെ സൈന്യവ്യൂഹങ്ങളോടുകൂടെ ഒരു രാജ്യം കീഴടക്കി കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഹൃദയഭാഗത്ത് നഗരം പണിത് അവിടെ വാസമർപ്പിക്കുന്നു. അതുപോലെ നമ്മെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം നമ്മുടെ ഹൃദയം കീഴടക്കി അതിൽ വസിക്കുന്നു. നമ്മുടെ ഹൃദയം കീഴടക്കി അതിൽ വസിക്കുമ്പോൾ രാജാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളറകളിലേക്ക് നമുക്ക് യാത്രയാവാം. ദൈവം ക്ഷണിച്ച ആത്മാവിന് മാത്രമേ രാജാവ് അധിവസിക്കുന്ന രാജകൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുകയുള്ളൂ. തൻ്റെ രാജീയ കൊട്ടാരത്തിലേക്ക് നമ്മെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ നാം ആരാണെന്നുള്ള ആത്മാവബോധം നമുക്ക് തീർച്ചയായും ഉണ്ടാകേണ്ടതാണ്. അപ്പോഴാണ് ക്ഷണിക്കാൻ വന്ന വ്യക്തിയും ക്ഷണിച്ച വ്യക്തിയും തമ്മിലുള്ള ബന്ധം എത്ര ആഴമുള്ളതാണെന്ന് മനസ്സിലാവുകയുള്ളൂ. ദൈവം ഓരോ ആത്മാവിനെയും എടുത്ത് ചുംബിച്ച് ശരീരത്തിലേക്ക് നിവേശിപ്പിച്ചപ്പോൾ വളരെ നിർമ്മലവും അഴകും ദൈവചൈതന്യവും നമ്മുടെ ആത്മാവിന് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ലോകത്തിൻ്റെതായ എല്ലാ അഴുക്കും പൊടിയും പിടിച്ച് ലോകകാര്യങ്ങളിൽ വ്യാപരിച്ച് ബഹുമാനം, സൽകീർത്തി, കാര്യാന്വേഷണം എന്നിവയിൽ അകപ്പെട്ട് നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ പ്രകാശം വരുന്നത് കാണാൻ കഴിയാതെ മുടന്തു പിടിച്ച ആത്മാക്കളായി നാം മാറുന്നു. ഈ അവസ്ഥയിലുള്ള നമ്മുടെ ആത്മാവിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ ദൈവം ഈ ദിവസങ്ങളിൽ നമ്മെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് നാം ആരാണെന്നും നമ്മുടെ മഹത്വം എന്തെന്നും നമ്മുടെ ആത്മാവിനെ ആസ്വദിക്കാൻ പാടുള്ള ഗുണവിശേഷങ്ങളും അതിനുള്ളിൽ വസിക്കുന്നത് ആരെന്നും അതെത്രമാത്രം അമൂല്യമാണെന്നും നാം അറിയണം. ഈ വിധത്തിലുള്ള ആത്മാവബോധം നമ്മെ ദൈവത്തിലേക്ക് ഒരു ചുവട് വയ്ക്കാൻ സഹായിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനയും ധ്യാനവുമാകുന്ന വാതിലിലൂടെ ഒന്നാം സദനത്തിലേക്ക് നാം പ്രവേശിക്കുകയായി. തിരുവചനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പലയിടങ്ങളിലായി യേശു പ്രാർത്ഥിക്കാനായി മലയിലേക്ക് പോയി അവിടെ തൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചിലവഴിച്ചു. യേശു തൻ്റെ പിതാവിനോട് സംസാരിക്കുന്ന ആ പ്രാർത്ഥന നിമിഷത്തിൽ ആരോടാണ് സംസാരിക്കുന്നത്, എന്താണ് അപേക്ഷിക്കുന്നത്, ആരോടാണ് സംഭാഷിക്കുന്നത് എന്ന ബോധ്യം ഈശോയ്ക്ക് ഉണ്ടായിരുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് വിശുദ്ധ അമ്മ ത്രേസ്യ ഇപ്രകാരം പറയുന്നു: പ്രാർത്ഥിക്കുമ്പോൾ വെറുതെ ചുണ്ടനക്കിക്കൊണ്ട് ഇരിക്കുന്നത് മാത്രം പ്രാർത്ഥനയെന്ന് പറയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രാർത്ഥിക്കാത്ത ആത്മാക്കൾ തളർവാദം പിടിച്ച ശരീരം പോലെയാണ്. പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും നാം നമ്മെ തന്നെ കണ്ടെത്താനും ഉള്ളിലേക്ക് ഇറങ്ങാനും തുടങ്ങുന്നു. ബാഹ്യമായ ഉത്കണ്ഠകളിൽ നിന്നും വ്യഗ്രതകളിൽ നിന്നും ആത്മാവ് പിന്തിരിയാൻ ശ്രമിക്കുന്നു. ദൈവത്തിലേക്ക് എത്താൻ ഇനിയും വളരെ ദൂരമുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ട ആത്മാവബോധം ദൈവം അവർക്ക് നൽകുന്നു. ഇത് വലിയൊരു അനുഗ്രഹമാണ്. ഒന്നാം സദനത്തിൽ ആത്മാവ് പ്രവേശിച്ചെങ്കിലും നമ്മുടെ ഇച്ഛകൾ, ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ, ലോകത്തിൻ്റെ സുഖങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നാം കണ്ടതും കേട്ടതും സംസാരിച്ചതുമായ കാര്യങ്ങളുമാകുന്ന പല ഇഴജന്തുക്കളും കൂടി പ്രവേശിക്കുകയാൽ ഒരിക്കലും ഈ സദനത്തിൻ്റെ രമണീയത ആസ്വദിക്കാനോ വിശ്രമിക്കാനോ അവർക്ക് സാധിക്കുകയില്ല. വെയിലത്ത് വെച്ച് കണ്ണാടിയെ കനത്ത കരിമ്പടം കൊണ്ട് മൂടിയാൽ സൂര്യപ്രകാശം ഉണ്ടെങ്കിലും സൂര്യരശ്മികൾ അതിൽ പ്രതിഫലിപ്പിക്കുകയില്ല. ഇതുപോലെയാണ് നമ്മുടെ ആത്മാക്കളുടെ അവസ്ഥ. എങ്കിലും ഒന്നാം സദനത്തിൽ കയറിപ്പറ്റാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമാണ്. ഇവിടെ അഹങ്കാരത്തിന് സ്ഥാനമില്ല. കാരണം നാം ചെയ്യുന്ന ഓരോ പരിശ്രമത്തിൻ്റെയും സൽപ്രവൃത്തിയുടെയും ഉത്ഭവം നമ്മിൽ നിന്നല്ല. നമ്മുടെ ആത്മാവാകുന്ന വൃക്ഷം വേരൂന്നിയിരിക്കുന്ന ഉറവയായ ദൈവത്തിൽ നിന്നാണ്. നാം തന്നെയോ മറ്റാരെങ്കിലുമോ എങ്കിലും നന്മ ചെയ്തെന്ന് കാണുമ്പോൾ അതിൻ്റെ ഉത്ഭവം ദൈവത്തിൽ നിന്നാണെന്നും അവിടുത്തെ സഹായം കൂടാതെ ഒന്നും ചെയ്യാൻ നമുക്ക് ശേഷിയില്ല എന്നും ദൃഢമായി നാം വിശ്വസിക്കണം. നാം എത്രമാത്രം ഉന്നതമായ പദവി പ്രാപിച്ചാലും ആത്മാവബോധവും എളിമ എന്ന സുഹൃതവും നാം തുടർന്നുകൊണ്ടിരിക്കണം.
എളിമയേക്കാൾ അത്യന്തപേക്ഷിതമായി ഈ ലോക ജീവിതത്തിൽ മറ്റൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ആത്മാവിന് പുരോഗമനം ഉണ്ടാകണമെങ്കിൽ എളിമ അഭ്യസിക്കുന്ന ശാലയിൽ ആദ്യം പ്രവേശിക്കുക ഉത്തമമാണ്. അവിടുത്തെ താഴ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എളിമയിൽ നാം എത്രമാത്രം പിന്നോക്കമാണെന്ന് മനസ്സിലാകും. അങ്ങനെ നമ്മുടെ ശ്രദ്ധയെ നമ്മിൽ നിന്ന് വിടർത്തി ദൈവത്തിൻ്റെ നേർക്ക് തിരിക്കുമ്പോൾ ബുദ്ധിയും മനസ്സും കൂടുതൽ ഉത്കൃഷ്ടമാവുകയും സകല നന്മയും ആശ്ലേഷിക്കാൻ നാം സന്നദ്ധമാവുകയും ചെയ്യും. വിശ്വസ്തത എന്ന പുണ്യത്തിനാണ് ഈ സദനത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വെക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. കാരണം വിശ്വസ്തതയ്ക്കെതിരെയുള്ള പ്രലോഭനമാണ് കൂടുതലായും ഈ സദനത്തിൽ ഉണ്ടാകുന്നത് എന്ന് ആത്മാവബോധം ആത്മാവിനുണ്ടാകണം. ഇവിടെ ഏറ്റവും നിശബ്ദമായ വേലകളിലൂടെ പിശാച് തൻ്റെ കെണികൾ വെച്ച് നമ്മെ വീഴ്ത്തുന്നു. തിരുവചനത്തിൽ പറയുന്നത് പോലെ വിശുദ്ധ പൗലോസ് കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 14-ാം വാക്യം ഇപ്രകാരമാണ്: അത്ഭുതപ്പെടേണ്ട, പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. പ്രകാശദൂതന്റെ വേഷത്തിൽ അവൻ നമ്മെ വഞ്ചിക്കാതിരിക്കത്തക്കവണ്ണം ജാഗരൂകരായിരിക്കണം. നമ്മൾ തമ്മിലുള്ള സ്നേഹവും സൗഹൃദവും നശിപ്പിക്കാനാണ് അവൻ്റെ പ്രധാന ശ്രമം. കാരണം സാക്ഷാൽ പുണ്യപൂർണത അടങ്ങിയിരിക്കുന്നത് ദൈവസ്നേഹത്തിലും പരസ്പര സ്നേഹത്തിലുമാണല്ലോ. നിങ്ങൾക്ക് കാര്യമില്ലാത്ത സംഗതികളിൽ തലയിടാതിരിക്കാൻ മക്കളെ നിങ്ങൾ കരുതലുള്ളവരായിരിക്കുക എന്ന് വിശുദ്ധ അമ്മ ത്രേസ്യ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കർത്താവിൽ ആശ്രയിക്കുകയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധന്മാരുടെയും മാധ്യസ്ഥം തേടുകയും ചെയ്യാം. കാരണം അവരിൽ നിന്നാണ് നാം സാക്ഷാൽ എളിമ പഠിക്കുക. ഒന്നാം സദനത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരിക്കലും നാം പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. അപ്പോൾ ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ച പോലെ നാമും നമ്മുടെ നികൃഷ്ട അവസ്ഥയെ കണ്ട് ഉപ്പുതൂണായി മാറാം. ചിലപ്പോൾ തെറ്റുപറ്റി നാം താഴെ വീഴാം. പക്ഷേ നാം തളരരുത്. പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കാൻ തിടുക്കത്തിൽ യാത്ര ആരംഭിച്ച പോലെ നമുക്കും യാത്ര ആരംഭിക്കാം. കാരണം നാം അവിടുത്തെ മുൻപിൽ നിൽക്കുന്ന മഹാരാജ സ്ത്രീകളാണ്, വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ ധീരപുത്രിമാർ. ദൈവം നമ്മെ ക്ഷണിച്ചിട്ടുള്ളത് രാജകൊട്ടാരത്തിന്റെ പുറംഭാഗം കണ്ട് ആസ്വദിക്കാനല്ല, അഥവാ ധൂർത്തപുത്രന്റെ ഉപമയിലെ മൂത്തപുത്രനെ പോലെ പുറത്തു നിൽക്കാനല്ല, മറിച്ച് രാജകൊട്ടാരത്തിൽ പ്രവേശിച്ച് അവിടുത്തെ വിരുന്ന് ആസ്വദിക്കാനാണ്. സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചെടുക്കുന്ന എന്ന തിരുവചനം നമുക്ക് ഓർക്കാം. ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന രാജാതിരാജനായ അവിടുത്തെ സന്നിധിയിലേക്ക് നമുക്ക് യാത്രയാവാം. നല്ലവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.